നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ US വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ US എംബസിയിൽ ആദ്യമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടോ പോയവർക്ക് വേണ്ടിയിട്ടോ ഞാൻ നേരിട്ട എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 6 മാസം മുൻപാണ് ഒരു ഏജൻസി മുഖേന US എംബസിയിലെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. ഞാൻ അപ്ലൈ ചെയ്തത് B1 B2 വിസയാണ്. സാധാരണ ടൂറിസ്റ്റ് കം മെഡിക്കൽ പർപ്പസിന് വേണ്ടി US വിസിറ്റ് ചെയ്യുന്നതാണ് വിസ. അപ്പം അത് നോർമലി 1 ഇയർ, 3 ഇയർ, 10 ഇയർ. അപ്പം അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ചാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ കാൻഡിഡേറ്റ്. ഞാൻ ഫെബ്രുവരി 6-ാം തീയതിയാണ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 6 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്തു. ഇന്നായിരുന്നു എൻ്റെ ഡേറ്റ്. ഓഗസ്റ്റ് 11-ാം തീയതി രാവിലെ 10 മണിക്ക്. ഞാനുള്ളത് ബെനിൻ എന്ന് പറഞ്ഞ രാജ്യത്താണ്. പൊതുവേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിസ കിട്ടാനല്ല, വിസയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്കൊരു 6 മാസമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ ഞാൻ രാവിലെ ഒരു 9 o'clock ആയപ്പോൾ തന്നെ അവിടെ പോയി. കുറേ അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കൂട്ടത്തിൽ വെയിറ്റ് ചെയ്തു. സമയമായപ്പോഴും ഞാൻ എൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊടുത്തു. ബേസിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു DS-160 എന്ന് പറയുന്ന ഫോമുണ്ട്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ DS-160 ഫോമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കൺഫർമേഷൻ ലെറ്ററും, ആ കൺഫർമേഷൻ ലെറ്ററും എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഞാൻ ആ എൻട്രി പോയിന്റിൽ കൊടുത്തു. അവർ കഴിഞ്ഞു, അത് സ്ക്രീൻ ചെയ്തു. അതിനുശേഷം അവർ എൻ്റെ ഇത് പറഞ്ഞു, നിങ്ങൾ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കൊണ്ടുവരാനും പാടില്ല, വാച്ചുകൾ, സ്മാർട്ട് വാച്ചുകൾ പറ്റില്ല, അങ്ങനെ യാതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും പാടില്ല. അങ്ങനെ നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് 4 കൗണ്ടേഴ്സാണ് അവിടെ ഉള്ളത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അനുസരിച്ച് മാറി ഇരിക്കും. അവർലി അവർ മാറും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കൗണ്ടറിൽ ഞാൻ ചെന്നു, വിസ ഫീസ് അടച്ചു. അതിനുശേഷം രണ്ടാമത്തെ കൗണ്ടറിൽ ഞാൻ എൻ്റെ ബയോമെട്രിക്, ഇന്ത്യയിലാണെങ്കിൽ ബയോമെട്രിക് 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ബയോമെട്രിക് ഒരു സ്ഥലത്തും അതിനുശേഷം വിസയ്ക്ക് വേണ്ടി പോകുന്നത് വേറൊരു സ്ഥലത്തും. അങ്ങനെയാണ് ഇന്ത്യയിൽ, കാരണം അവിടെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ്. ഞാൻ ബയോമെട്രിക് കഴിഞ്ഞു. മൂന്നാമത്തതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ വിൻഡോ ആണ് ഈ പറഞ്ഞ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 10-25 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആഫ്രിക്കയാണല്ലോ. അപ്പോൾ ധാരാളം NGOസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഒരുപാടുണ്ടായിരുന്നു അവിടെ. അതുപോലെ പഠിക്കാൻ വേണ്ടി, മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ചെന്നു. ഇങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്നത് ഒരു സിറ്റിംഗ് ക്യൂ ആണ്. ഒരു 10-30 ചെയറുകളുണ്ടാവും. ആ ചെയറിൽ ഫ്രണ്ട് ലൈനിൽ ഏറ്റവും ആദ്യം ചെല്ലുന്നവർ ഫ്രണ്ട് ലൈനിലിരിക്കും. അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് ആൾക്കാർ പോകുന്നതനുസരിച്ച് നീങ്ങി പുറകിലേക്ക് വരും. ആ പുറകിലേക്കുള്ള ചെയറിൻ്റെ ലൈനിന് ബാക്കിലായിട്ടാണ് ഈ മെയിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ ഞാനവിടെ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെയർ, കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ, അമേരിക്കൻ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില നോവലുകൾ പോലത്തെ പുസ്തകങ്ങൾ, അവിടെ കുറച്ച് ചിത്രങ്ങളുള്ള ഈ കാർട്ടൂൺസ് പോലത്തെ പുസ്തകങ്ങൾ ഒക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ വരുമല്ലോ. ഇപ്പോൾ ചില കേസുകളിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖമായിട്ട് അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് പോകാനായിട്ടൊക്കെയുള്ള ആൾക്കാർ വരും, ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഹോളായിരുന്നു. ഒരു ചെറിയ ഹോൾ, ഒരു മാക്സിമം ഒരു ഈ ഒരു റൂമിൻ്റെ വലിപ്പം വരും. അങ്ങനെ നമ്മൾ ആ ചെയറിൽ ഇങ്ങനെ ബാക്കിലേക്ക് ക്യൂവിൽ ഇങ്ങനെ പോകാൻ നേരത്ത്, സിറ്റിംഗ് ക്യൂവിൽ പോകാൻ നേരത്ത് നമ്മൾ ഇൻ്റർവ്യൂ എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തും. അവിടെ നമ്മൾ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ ഒരു ഗ്ലാസ് കൗണ്ടർ ഉണ്ടാവും. നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കില്ലേ, സിമിലർ. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ അവിടെ ഇരിക്കും. അവർ നമ്മുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് അവർ പറഞ്ഞതുപോലെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എൻ്റെ ഒരു ട്രാവൽ ഐറ്റിനറിയാണ്. ഞാനൊരു 14 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. 2026 ജൂൺ 1 മുതൽ ജൂൺ 14 വരെ 2 ആഴ്ച. അതിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്ന ടൗൺസ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയും അതിൻ്റെ നെയ്ബറിങ് ടൗൺസും, പിന്നെ വാഷിങ്ടൺ, പിന്നെ നയാഗ്ര, ആ ഒരു ഏരിയ ഉള്ള ബൊഫല്ലോ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ ഐറ്റിനറി. അതിനുശേഷം ഞാനൊരു ഹോട്ടലിലെ ഒരു കൺഫർമേഷനാണിത്, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെത്.
അതിനുശേഷം എൻ്റെ കൺഫേംഡ് ട്രാവൽ ടിക്കറ്റ് ഞാൻ സദ്ഗുരു ട്രാവൽസ് വഴിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത്. അതിനുശേഷം ഒരു ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, അപ്പോൾ നമ്മൾ എവിടെ ഏജൻസിയെ സമീപിച്ചാലും അവരെടുത്ത് തരുന്നതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ആഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കഴിഞ്ഞൊരു 6 മാസത്തെ. പിന്നെ സാലറി സ്ലിപ്പാണ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പറഞ്ഞ് അങ്ങനെ അവർ എടുത്തു തന്നതാണ്. പിന്നെ അവർ പറയുന്ന ഒരു പ്രത്യേക ഡയമെൻഷനിലുള്ള ഒരു ഫോട്ടോ, അതായത് 5 സെൻറ്റിമീറ്റർ വീതമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ഈ ഫോട്ടോ എല്ലാം അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ പാസ്പോർട്ട് കോപ്പി, പിന്നെ വരുന്നത് നമ്മുടെ ജോബ് കോൺട്രാക്റ്റ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുമായിട്ടുള്ള നമ്മുടെ കോൺട്രാക്റ്റ് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളത്. അങ്ങനെ പിന്നെ എൻ്റെ ഈ രാജ്യത്ത് കറൻലി ബെനിൻ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അനിപ്പ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. നമ്മുടെ ആധാർ പോലുള്ള ഒരു കാർഡാണ് അനിപ്പ് കാർഡ്. പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു റെസിഡൻറ്റ് കാർഡുണ്ട്. ഇത്ര ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അവരുടെ ഫേസ്ബുക്കിലുള്ള ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ ലിസ്റ്റല്ല, ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മീഡിയാസിലോ ന്യൂസ് പേപ്പേഴ്സിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കട്ടിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് സത്യസന്ധമായി കൊടുത്തു. പക്ഷേ എനിക്ക് അത്ര പോസിറ്റീവായിട്ടല്ല റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാൻ നേരത്ത് മുൻവിധികളില്ലാതെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. സത്യസന്ധത എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ് അവർ അളക്കുന്നത് എന്ന് എനിക്കറിയില്ല. പരമാവധി ഒരു 3 മിനിറ്റ് അത്രേ ഉള്ളൂ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മളെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ മുൻപ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എത്ര നാളായി ഈ രാജ്യത്ത് എന്നിങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. നമ്മളതിനുള്ള മറുപടിയും കൂളായിട്ട് പറഞ്ഞു. പക്ഷെ അവർ എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അവർ വളരെ സീസൺഡാണ്, നമ്മളാണ് തീരെ സീസൺഡ് അല്ലാത്തത്. കയ്യിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നുപോലും അവർ ചോദിച്ചില്ല. നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആവശ്യത്തിന് എന്താ പറയുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. യാതൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും ചോദിച്ചില്ല. ഒറ്റയടിക്ക് അവരുടെ ഡിസിഷനിലേക്ക് പോയി. എനിക്ക് അപ്പോൾ തന്നെ റിജക്ഷൻ ലെറ്റർ കയ്യിൽ തന്നു. എനിക്കറിയില്ല എന്താണ് അവിടുത്തെ സംഭവിക്കുന്നതെന്നും അവരുടെ ക്രൈറ്റീരിയ എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനും ഏകദേശം ഒരു അവസാനത്തെ ഒരു 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. ഞാനിവിടെ ഇന്നേ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്, ഒരു 28 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർ അവർ ഒറ്റയടിക്ക് അവരുടെ ഡിസിഷനിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. കൂടുതലൊന്നും അവർ ചോദിക്കുന്നില്ല. എന്തിൻ്റെ പേരിലാണ് വിസ റിജക്റ്റ് ചെയ്യുന്നത് എന്നവർ പറയുന്നില്ല. ഒറ്റയടിക്ക് അവർ പറഞ്ഞു, 2 മിനിറ്റ് സംസാരിച്ചു, നിങ്ങൾ എന്തിനാണ് US പോകുന്നത്? ഞാൻ പറഞ്ഞു ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ചോദിച്ചു എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഞാൻ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. എത്ര ദിവസം നിങ്ങൾ ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞു. 12 ദിവസം ഉണ്ടാവും, 12 നൈറ്റ്സ് ഉണ്ടാവും, ബാക്കി ട്രാവലാണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം അവർ അപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു ഫിംഗർ പ്രിൻ്റ് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പോൾ തന്നെ ഒരു പ്രിൻ്റഡ് ഡോക്യുമെൻ്റ് എടുത്ത് പറഞ്ഞു, സോറി, യു ആർ നോട്ട് അപ്രൂവ്ഡ് ടു ഒബ്റ്റെയിൻ വിസ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഉദ്യോഗസ്ഥർ മാറാം, ആൾക്കാർ മാറാം, ഏജ് ഗ്രൂപ്പ് അനുസരിച്ചാണോ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അവർ ഒരു ലെറ്റർ തന്നു. ആ ലെറ്റർ ഞാൻ വിശദമായിട്ട് വായിച്ചു നോക്കി. അതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, യു ഡോണ്ട് ഹാവ് പ്രോപ്പർ ടൈസ് ഇൻ യുവർ ഹോം കൺട്രി. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഞാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആഫ്രിക്കയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്, പിന്നെ അടുത്തുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏഷ്യൻ കൺട്രീസിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ നമ്മുടെ പറയാനുള്ള മറുപടി ഒന്നും അവർ കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലല്ല അവർക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയല്ല ഈ വിഷയത്തിൽ തോന്നുന്നത്. നമ്മൾ US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെയധികം മുൻവിധികളോടുകൂടിയാണ് അവർ ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്.
എനിക്കറിയില്ല അവർ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തിട്ടുണ്ടോ, അതല്ല അവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കൂടുതൽ ചെയ്തിട്ടുണ്ടോ, ക്രിമിനൽ ഹിസ്റ്ററി എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ക്രിമിനൽ ഹിസ്റ്ററിയോ അങ്ങനെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്താലോ അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ളതൊന്നും അതിൽ വരാൻ വഴിയില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് ടൈസ് ഇല്ല എന്നും. ഇനി ചിലപ്പോൾ നമ്മളിനി അവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർ ചിലപ്പോൾ ചിന്തിക്കുകയാണ് ഇത് 5-6 വർഷമായിട്ട് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഹോം കൺട്രിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല, ഇനി നാളെ ഒരു കാലത്ത് US വിസ കൊടുക്കുകയാണെന്ന് തന്നെ ഇരിക്കുന്നാൽ ഇദ്ദേഹം അവിടെ കുടിയേറി പാർക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തകളുള്ള ആളാണോ എന്നൊക്കെ ഉള്ള സംശയാദൃഷ്ടിയിലായിരിക്കും അവർ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. എന്തായാലും എനിക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ US എംബസിയിൽ കയറാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പം കാര്യമല്ല. അത്രത്തോളം ഒന്നെങ്കിൽ അത്രയധികം ഇൻഫ്ലുവൻസ് വേണം, അതല്ലെങ്കിൽ ഒരു സോളിഡ് റീസൺ വേണം, അതുമല്ല എങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പം ഞാനതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നു. എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അടുത്ത അറ്റംപ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യും. അപ്പം എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നിയപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്തത്. കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട്. അപ്പം എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇനിയും അപ്കമിങ് ഡേയ്സിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു.